Hello guys, welcome to our YouTube channel. നമ്മൾ ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ പോവുകയാണ്. അമ്പലത്തിൽ സപ്താഹം നടക്കുകയാണ്. അവിടെ വൈകിട്ടൊരു പൂജയുണ്ട്. അതിന് നമ്മൾ പോകാൻ റെഡിയാവുകയാണ്. അമ്മ പൂ വിൽക്കാനൊക്കെ പോയി. ഞാനിവിടെ റെഡിയായിരിക്കുകയാണ്. പൂവെല്ലാം റെഡിയാക്കാൻ അപ്പുറത്തെ വീട്ടിലോട്ട് പോയി. നമ്മളപ്പം അങ്ങോട്ട് പോവുകയാണ്. അങ്ങോട്ട് നടന്നു പോവുകയാണ്. നമ്മളങ്ങോട്ട് പോകുകയാണ്. ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? നമ്മളവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ആൻറ്റി പറഞ്ഞു 1 രൂപയുടെ 2 തുട്ടെടുക്കാൻ. നമ്മളപ്പോൾ അതെടുത്തോണ്ട് വന്നു. പാലയിലൊക്കെ വെട്ടിക്കൊണ്ടാണ് പോകുന്നത്. വീട്ടിൽ നിന്ന് അമ്പലത്തിലോട്ട് പോകാൻ ഇറങ്ങി. വേണ്ട അമ്മമാർ ഫ്രണ്ടേ പോകുന്നു. വേണ്ട എൻ്റെ ഒരു കൂട്ടുകാരൻ ഓടി വരുന്നു. നമ്മൾ അമ്പലത്തിലോട്ട് റോഡിൽ കൂടെ നടന്നു പോവുകയാണ്. ചേച്ചി സ്കൂളിൽ നിന്നും ട്യൂഷനൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. സൈക്കിളായിട്ട് വേണ്ട പോന്നു. നമ്മൾ അമ്പലത്തിലെത്താറായി. നമ്മുടെ ചേട്ടൻ സ്കൂളിൽ നിന്ന് വരുന്നുണ്ട്. ഹലോ ഗായ്സ്, നമ്മുടെ ചേട്ടൻ സ്കൂളിൽ നിന്ന് വന്നിരിക്കുന്നു. അമ്പലത്തിൻ്റെ അവിടുത്തെ പാലം ഇറങ്ങി. ഇപ്പം അമ്പലത്തിൽ എത്താറായി. നമ്മളിപ്പോൾ അമ്പലത്തിൽ എത്തും. അമ്പലത്തിൻ്റെ പരിസരമൊക്കെയാണ്. നമ്മൾ അമ്പലത്തിനകത്തോട്ട് കയറാൻ പോവുകയാണ്. നമ്മളിപ്പോൾ അമ്പലത്തിനകത്തോട്ട് കയറുകയാണ്. അമ്പലത്തിനകത്തോട്ട് കയറി. അമ്പലത്തിലോട്ട് കയറി. ഇത് സപ്താഹം നടക്കുകയാണ്. ഇവിടെയൊക്കെ പന്തലുമൊക്കെ ഇട്ടു. ഹലോ, ഇതാണ് കരിലമ്പലം. ഇവിടെ സപ്താഹം നടക്കുകയാണ്. അമ്പലത്തിൽ ആരും വന്നില്ല. ഇവിടെ ഒരു പൂജ നടക്കും. അപ്പം ആരും വന്നില്ല. നമ്മളപ്പോൾ നമുക്ക് വെളിയിലോട്ട് നിൽക്കാം. ഹലോ ഗായ്സ്, എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ വിളിക്കുകയാണ്. നമ്മൾ അമ്പലത്തിൽ എഴുതിക്കുന്നിടത്ത് നിൽക്കുകയാണ്. ഇത് എഴുതിക്കാൻ നിൽക്കുകയാണ്. അമ്പലത്തിൽ ഇപ്പോൾ സപ്താഹം നടക്കുന്നിടത്ത് പാട്ടൊക്കെ ഇട്ട് ഇവിടെ അമ്പലത്തിലോട്ട് കയറുന്ന സ്ഥലമാണ്. ഇവിടാണ് സപ്താഹത്തിന് ചോറുണ്ണാൻ ക്യൂ നിൽക്കുന്ന സ്ഥലമാണിത്. സപ്താഹത്തിന് മുകളിൽ ഇതൊക്കെ വെട്ടിയിട്ടുണ്ട്. ഇവിടെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാവരും പതുക്കെ വരുന്നുണ്ട്. എല്ലാ ആൾക്കാരൊക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അമ്പലത്തിലോട്ട് കയറാൻ പോവുകയാണ്. അമ്പലത്തിൽ പാട്ടിട്ടുകൊണ്ട് ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. നമ്മൾ അമ്പലത്തിലോട്ട് കയറാൻ പോവുകയാണ്. തൊഴാൻ പോവുകയാണ്. നമ്മൾ അമ്പലത്തിൽ കയറി. നമ്മൾ അമ്പലത്തിൽ തൊട്ട് സപ്താഹം നടക്കുന്നിടത്തോട്ട് കൃഷ്ണന്റെ അടുക്കെ തൊഴാൻ പോവുകയാണ്. നമ്മൾ ചോറ് കൊടുക്കുന്നിടത്തൊക്കെ എത്തിയിട്ടുണ്ട്. ഇതാണ് ചോറ് കൊടുക്കുന്ന സ്ഥലം. ഇതാണ് സപ്താഹം നടക്കുന്ന പന്തൽ. ഇതാണ് ഈ സർവേശ്വരി പൂജ എന്ന് പറഞ്ഞ ഏതാണ്ട് പൂജയുണ്ട്. ഇവിടെ പാട്ടിട്ടേക്കുവാണ്. ഇവിടുത്തെ പൂജാരിയാണ് ഇവിടെ നിൽക്കുന്നത്. പൂജ തുടങ്ങാൻ പോവുകയാണ്. പൂജയ്ക്ക് അമ്മമാർ രണ്ടും ഇരുന്നിരിക്കുന്നു. എൻ്റെ കൂട്ടുകാരൻ വേണ്ട എൻ്റെ അപ്പുറത്ത് ഇരിപ്പുണ്ട്. പൂജയ്ക്ക് കുറച്ച് ആൾക്കാർ മാത്രമേ വന്നിട്ടുള്ളൂ. സപ്താഹത്തിന് ഒരുക്കിയിരിക്കുന്ന ലൈറ്റൊക്കെയാണ്. നമ്മുടെ കൂട്ടുകാരും അമ്മമാരോട് ഇരിപ്പുണ്ട്. നമ്മളിതാ പന്തലിൽ ഇരിക്കുകയാണ്. നമ്മുടെ പേരിലൊരു അർച്ചന എഴുതിക്കാൻ നിൽക്കുകയാണ്. തുടങ്ങാൻ പോവാണ്. പൂജാരി എല്ലാം ഒരുക്കുന്ന. നമുക്ക് നൽകിയിട്ടുള്ളത് അതിലൊരു ഇലയിൽ പൂജ തുടങ്ങാൻ പോവുകയാണ്. അതുപോലത്തെ ഭാഗത്താണ് നമ്മൾ അർച്ചിക്കാനുള്ള പുഷ്പം വെച്ചിരിക്കുന്നത്.
ഒരു ഇല നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ അർച്ചന ചെയ്യുവാനായിക്കൊണ്ടാണ് അടുത്ത ഒരു ഇല നമുക്കുള്ളത്. പിന്നീട് അക്ഷതം നൽകിയിട്ടുണ്ട്. പുഷ്പം തീരുകയാണെങ്കിൽ അക്ഷതം നെല്ലും അരിയും കൂടെ ചേർത്ത് ഓരോന്നെടുത്ത് അർച്ചന ചെയ്യാം. അതേപോലെ കുങ്കുമവും ചന്ദനവും നൽകിയിട്ടുണ്ട്. അത് നമുക്ക് കുങ്കുമം എന്ന് പറയുന്നത് കുങ്കുമ അർച്ചന ചെയ്യാനാണ്. അതേപോലെ തന്നെ ചന്ദനം നൽകിയിട്ടുള്ളത് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രസാദമായിട്ട് തൊടുവാനും കൂടിയാണ്. മനസ്സിലാകുന്നുണ്ടോ? തുടങ്ങിയിരിക്കുന്നു, പൂജ പറയുന്നതിനനുസരിച്ച് തുടങ്ങിയിരിക്കുന്നു. കർമ്മം ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കണം. നമശിവായ ശാന്തായ നിത്യായ പരമാത്മനെ സച്ചിദാനന്ദ സ്വരൂപായ ദക്ഷിണാമൂർത്തിയായി നമോ നമഃ. വിദ്യയും നമ്മൾ അമ്പലത്തിലെ ദീപാരാധനയാണ്, അതിന് പോവുകയാണ്. ഹലോ ഗായ്സ്, ദീപാരാധനയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. പിന്നെ പൂജയുടെ ബാക്കിയായിട്ട് ഞങ്ങൾ പോകാൻ പോവുകയാണ്. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചിറങ്ങാൻ പോവുകയാണ്. വേണ്ട പൂവൊക്കെ കിട്ടിയിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഹലോ ഗൈസ്, ഇത് അമ്പലമാണ്. വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. മാലയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളെല്ലാവരുമായിട്ട് തിരിച്ച് വീട്ടിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും ആൾക്കാരൊക്കെ ഉണ്ട്. അമ്പലത്തിൽ നിന്ന് കഞ്ഞിയൊക്കെ കിട്ടി. ഒന്നിടത്ത് ഒക്കെ ചിലയിടത്തൊക്കെ ഇരുട്ടാണ്, ചിലയിടത്തൊക്കെ ലൈറ്റുള്ളു. നമ്മൾ ലൈറ്റുള്ളിടത്തായിട്ടുണ്ട്. ഇവിടൊക്കെ ലൈറ്റുണ്ട്, ഇവിടൊക്കെ കുറേ പോസ്റ്റ് ഉണ്ട്. നമ്മൾ വീട്ടിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.